എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസിയും ഈ റുപ്പിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ഈ റുപ്പി എന്നുള്ളതിൻ്റെ വ്യത്യാസം നമുക്ക് ഈ സെഷനിലൂടെ മനസ്സിലാക്കാം. റിസർവ് ബാങ്ക് ഔദ്യോഗികമായിട്ട് കൃത്യമായ മൂല്യത്തോടെ പുറത്തിറക്കുന്നതാണ് CBCD എന്ന് പറയുന്നത്. എന്താണ് CBCD? സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. എന്താണ് CBCD? സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ഇതിനെയാണ് ഈ റുപ്പി എന്ന് പറയുന്നത്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെയാണ്. RBIൻ്റെ കീഴിൽ വരുന്ന RBI പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് ഈ റുപ്പി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഔദ്യോഗികമായി കൃത്യമായ മൂല്യത്തോടെ പുറത്തിറക്കുന്നതാണ് CBCD. ഈ റുപ്പി കൈവശം വെക്കുന്ന ആൾക്ക് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം നൽകുമെന്ന് റിസർവ് ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ എനിക്ക് 100 യൂണിറ്റിൻ്റെ ഈ റുപ്പി ഉണ്ടെങ്കിൽ അത് ആരാണിത് ബാക്ക് ചെയ്യുന്നത്? RBI ആണ് ബാക്ക് ചെയ്യുന്നത്. RBI വാഗ്ദാനം നൽകുകയാണ്, ഈ 100 യൂണിറ്റ് എനിക്ക് എന്തായാലും അതിൻ്റെ മൂല്യം കുറയാതെ തന്നെ എനിക്ക് എത്തിച്ചേരുമെന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ കൈവശം ഉണ്ടാവുന്ന, അല്ലാതെ ഇത് മറ്റ് കാരണങ്ങളാൽ ഇതിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. ആ തുക റിസർവ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ ബാധ്യതയായിട്ടാണ്, ലയബിലിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കൈവശക്കാരന് ആസ്തിയാവുന്നത്. അപ്പോൾ ഡിജിറ്റൽ കറൻസി കൈവശം വെക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അതെന്താണ്? അസറ്റാണ്, ആസ്തിയാണ്. നേരെ മറിച്ച് ബാങ്കിൻ്റെ കയ്യിലാണെങ്കിൽ, ബാങ്കിൻ്റെ അക്കൗണ്ട്സിൽ എന്താണത്? ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. ക്രിപ്റ്റോ കറൻസികൾക്ക് ആരും മൂല്യം വാഗ്ദാനം ചെയ്യുന്നില്ല. അതായത് അതിനൊരു റെഫറൻസ് വാല്യൂ അല്ലെങ്കിൽ ഈ ഉറപ്പായിട്ടും ഒരു വാല്യൂ കിട്ടുമെന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനം ആരും ചെയ്യുന്നില്ല. ഊഹക്കച്ചവട വിപണിയിൽ ചാഞ്ചാടി കളിക്കുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വിലയാണ് അതിൻ്റെ മൂല്യം. കമ്പ്യൂട്ടർ കോഡിംഗ് സാമർഥ്യമുള്ള ആൾക്ക് നിലവിലുള്ള ഏതെങ്കിലും ബ്ലോക്ക് ചെയിൻ സോഴ്സ് കോഡിൽ എഡിറ്റ് ചെയ്ത് സ്വന്തമായി ക്രിപ്റ്റോ കറൻസി നിർമ്മിക്കാനാകും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനൊരു റെഗുലേറ്റർ ഇല്ല, അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ റുപ്പിയുടെ സോഴ്സ് കോഡ് റിസർവ് ബാങ്കിൽ അതിരഹസ്യമായി സൂക്ഷിക്കും, മൂല്യം ചാഞ്ചാടില്ല, കൃത്യമാണ്. അപ്പോൾ ഇത് ഏതിൻ്റെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെയോ മറ്റെന്തെങ്കിലും ഇടപാടിൻ്റെയോ ആക്ടിവിറ്റി കാരണം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂല്യം വ്യത്യാസം വരുന്ന ഒരു കാര്യമല്ല ഡിജിറ്റൽ കറൻസി എന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് തന്നെ RBI ഗ്യാരണ്ടി ചെയ്യുന്ന മൂല്യം ഡിജിറ്റൽ കറൻസിക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് അതിൻ്റെ മേജറായിട്ടുള്ള വ്യത്യാസം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ ആൻഡ് സീ യു.